ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് കുറുക്ക് കഴിക്കണം എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കുറുക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കുറുക്ക് കറിവേപ്പില കുറുക്കാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കരിപ്പട്ടിയാണ് എടുത്തേക്കുന്നത്. അത് ചീകി എടുക്കുന്നുണ്ട്. ചീകി എടുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം. പിന്നെ ഇതാ മിക്സിയിൽ നന്നായിട്ട് കറിവേപ്പില അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടി ചീകി അലിയിച്ചെടുത്തത് അത് പിന്നെ അരിച്ചൊഴിച്ചു കൊടുക്കണേ. അതിനകത്ത് കല്ലും അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കണേ. ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ അരി അരച്ച് മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. ഈ അരിപ്പൊടി ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കണേ. ഇനി അതിനെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറുക്കി എടുക്കാം. കൈയിളക്കാതെ തന്നെ കുറുക്കി എടുക്കണം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കി കുറുക്കി എടുക്കണേ. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടും കേട്ടോ. വലിയ സമയമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നവരുണ്ട്. അപ്പം ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ കരിപ്പെട്ടിയും പിന്നെ കറിവേപ്പിലയും അരിപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കേ.